വികസനത്തെ അപ്രസക്തമാക്കുന്ന അഴിമതിയാണ് കേരളത്തിലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് പന്തളം സുധാകരൻ ഇത് മാത്രമല്ല മദ്യവർജനത്തെക്കുറിച്ചും നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. പന്തളം സുധാകരന്റെ വാക്കുകളിലേക്ക്. കേരളം പ്രബുദ്ധമാണ്. ഏറ്റവും കൂടുതൽ അഴിമതി കേസുകളും ഏറ്റവും കൂടുതൽ വികസന പ്രക്രിയയും നടക്കുന്നത് കേരളത്തിലാണ്. ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെയാണ്. ഒരു വശത്ത് അഴിമതി, ഒരു വശത്ത് വികസനവും. നിയമം മൂലം ഒരിക്കലും അല്ലെങ്കിൽ പോലീസ് ഫോഴ്സ് ഉപയോഗിച്ച് ഒരിക്കലും ഒരു സ്ഥലത്തും ഈ മദ്യനിരോധനം നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ളത് സത്യമാണ്. ബോധവൽക്കരണത്തിൽ കൂടി മാത്രം സ്വന്തം മദ്യം വർജിക്കുക തന്നെയാണ്. തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമെന്ന് PC ജോർജ്. ഒപ്പം ഇടതു സ്ഥാനാർത്ഥികളെ കേരള കോൺഗ്രസ് സെക്കുലർ വിഭാഗം പിന്തുണയ്ക്കുമെന്നും PC ജോർജ് അറിയിച്ചു. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ PC ജോർജ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരിക്കും. ഞങ്ങൾ ഉയർത്തുന്ന സ്ഥാനാർത്ഥിയും ഇടതുപക്ഷ ജനാധിപത്യത്തിലെ മറ്റ് ഘടകകക്ഷികൾ കാണുന്ന സ്ഥാനാർത്ഥി ഏതാണോ വിജയസാധ്യത കൂടുതൽ ആ സ്ഥാനാർത്ഥി നിർത്തണമെന്ന് ഞങ്ങളുടെ അഭിപ്രായം. പല തലങ്ങളിലാണ് കേരള കോൺഗ്രസ് എമ്മിലെ അഭിപ്രായ വ്യത്യാസം. നിലവിൽ ജോസഫ് വിഭാഗത്തിലും ഭിന്നത രൂപപ്പെട്ടിരിക്കുന്നു. PJ ജോസഫിന്റെ നിലപാടിൽ അതൃപ്തി അറിയിച്ച ചില നേതാക്കൾ LDFുമായി ചർച്ച നടത്തണമെന്ന് ശക്തമായി ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ ജോസഫ് വിഭാഗവുമായി ഇതുവരെ ഒരു തരത്തിലുള്ള ചർച്ചയും നടത്തിയിട്ടില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. നിയമസഭാ സീറ്റിനെ ചൊല്ലി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനുള്ളിൽ ഭിന്നത രൂക്ഷമാവുകയാണ്. 6 സീറ്റുകൾ ലഭിച്ചില്ലെങ്കിൽ മുന്നണി വിടണമെന്ന നിലപാടിലാണ് ജോസഫ് ഗ്രൂപ്പ്. ഫ്രാൻസിസ് ജോർജ്, ആന്റണി രാജു, PC ജോസഫ് എന്നിവർ ഇക്കാര്യത്തിൽ ഒരേ നിലപാടുകാരാണ്. LDFുമായി ചർച്ച നടത്തണമെന്നും ഇവർ നിലപാട് സ്വീകരിക്കുന്നു. അങ്ങനെ ആരെങ്കിലും വരുന്നതായിട്ടോ അങ്ങനെ ഒരു ഡെവലപ്മെന്റ് ഉള്ളതായിട്ടോ ഞങ്ങളെ ആരെയും അറിയിച്ചിട്ടില്ല. എന്താണെന്ന് മനസ്സിലാക്കാതെ സംബന്ധിച്ച് പ്രതികരിക്കാൻ കഴിയില്ല. വരുമ്പോൾ ആലോചിക്കാം. ഇപ്പം ആരും വന്നിട്ടില്ല. KM മാണി പാർട്ടിയെ തകർത്തുവെന്നാണ് മറ്റൊരു മുതിർന്ന നേതാവായ PC ജോസഫിന്റെ നിലപാട്. കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിൽ KM മാണി പരാജയപ്പെട്ടു. അഴിമതിയോട് മാണി സന്ധി ചെയ്യുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ജോസ് കെ മാണിയെ പാർട്ടി നേതാവായി അംഗീകരിക്കാൻ കഴിയില്ലെന്നും PC ജോസഫ് വ്യക്തമാക്കുന്നു. അതേസമയം മുന്നണി വിടുന്നതിനോട് PJ ജോസഫിന് താൽപ്പര്യമില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മുന്നണി മാറുന്നു എന്നത് പ്രതിച്ഛായയെ ബാധിക്കുമെന്നാണ് ജോസഫിന്റെ പക്ഷം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരള കോൺഗ്രസ് എമ്മിലെ അസ്വസ്ഥതകൾ ഈ രീതിയിൽ രൂപപ്പെടുമ്പോൾ അബ്ദുൾ സമദ് സമദാനിയുടെ പ്രസ്താവന ഇന്ന് വന്നിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത്. പരിഭവം പറഞ്ഞ് ഒരിടത്തും ചെല്ലില്ലെന്നാണ് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറിയുടെ നിലപാട്. അബ്ദുൾ സമദാനി മോശം MLA എന്ന് വിലയിരുത്തുന്ന ലീഗ് ഇക്കുറി സീറ്റ് നൽകേണ്ടെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. പഴയ കുറ്റിപ്പുറം മണ്ഡലമാണ് കോട്ടക്കൽ. 2006 PK കുഞ്ഞാലിക്കുട്ടി തോറ്റ മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് അബ്ദുസമദ് സമദാനിയെ ലീഗ് അംഗത്തിനിറക്കിയത്. 35,902 വോട്ടിന്, അതായത് സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന 3ാമത്തെ ഭൂരിപക്ഷത്തിന് സമദാനി മണ്ഡലം പിടിച്ചു. പക്ഷേ സമദാനിക്ക് MLA ആയി തിളങ്ങാനായില്ലെന്നാണ് മുസ്ലിം ലീഗിന്റെ വിലയിരുത്തൽ. സ്വന്തം MLA മാരുടെ പ്രവർത്തനം വിലയിരുത്താൻ ലീഗ് നടത്തിയ സർവേയിൽ ഏറ്റവും മോശം സമദാനിയാണ്. മുസ്ലിം ലീഗ് പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയപ്പോഴും സമദാനി പുറത്തായി. സീറ്റില്ലെങ്കിൽ സാംസ്കാരിക മേഖലയിൽ സജീവമാവാനാണ് സമദാനിയുടെ ശ്രമം. ഇല്ല, ഞാൻ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് അങ്ങനെ അതിനെപ്പറ്റിയൊന്നും ചിന്തിച്ചിട്ടില്ല. അത് മാത്രമല്ല, എനിക്ക് ചെയ്യാനുള്ള പണികൾ വേറെ പലതുണ്ട്. ഞാൻ അതിനെപ്പറ്റിയും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വാഗ്മിയായും മതപണ്ഡിതനായും കോളമെഴുത്തുകാരനായും മലബാറിൽ പരിചിതനായ സമദാനി MLA കാലം വിരസമായിരുന്നുവെന്നും പറയുന്നു. വായിക്കാനോ പ്രസംഗിക്കാനോ സമയം കിട്ടിയില്ല. കോളങ്ങൾ മുടങ്ങി. പോരാത്തതിന് മണ്ഡലത്തിൽ വികസനം വന്നില്ലെന്ന പരാതിയും. പ്രാദേശിക ഘടകത്തിന്റെ എതിർപ്പ് കൂടിയായതോടെ വിട്ടുനിൽക്കാനൊരുങ്ങുകയാണ് സമദാനി. KT സാലിഹ്, മലപ്പുറം. വികസനം അപ്രസക്തമാക്കുന്ന അഴിമതിയാണ് കേരളത്തിലെന്ന പന്തളം സുധാകരന്റെ വാക്കുകൾ. അതോടൊപ്പം തന്നെ പൂഞ്ഞാറിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന PC ജോർജിന്റെ നിലപാടുകൾ. സീറ്റ് നിഷേധിച്ചാൽ ആരുടെയും പിന്നിൽ പരിഭവമായി എത്തില്ലെന്ന് അബ്ദുൾ സമദ് സമദാനിയും പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇന്ന് യൂത്ത് കോൺഗ്രസും തങ്ങളുടെ ശബ്ദമുയർത്തുന്നു. നിയമസഭാ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് കലാപത്തിന് തുടക്കമിട്ടത്. യൂത്ത് കോൺഗ്രസ് പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് ഡീൻ കുര്യാക്കോസ് ഹൈക്കമാൻഡിന് കത്തു നൽകി കഴിഞ്ഞു. സ്ഥാനാർത്ഥി നിർണയ നടപടികൾ KPCC നേതൃത്വം ആരംഭിച്ച പശ്ചാത്തലത്തിലാണ് യൂത്ത് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിനു മുമ്പിൽ പരാതിയുമായി എത്തിയിരിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷൻ ഡീൻ കുര്യാക്കോസ് ദില്ലിയിലെത്തി. യൂത്ത് കോൺഗ്രസ് ദേശീയ നേതാക്കൾ വഴി ഹൈക്കമാൻഡ് നേതൃത്വത്തിന് പേരുകളടങ്ങിയ സ്ഥാനാർത്ഥി പട്ടിക കൈമാറി.
സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് നൽകിയ ലിസ്റ്റിൽ സ്വന്തം പേര് 2 മണ്ഡലങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പീരുമേടും ഉടുമ്പൻചോലയും. CR മഹേഷ് കരുനാഗപ്പള്ളി, ആദം മുൻസി ബേപ്പൂർ, വിദ്യാ ബാലകൃഷ്ണൻ കോഴിക്കോട് നോർത്ത് തുടങ്ങിയവരാണ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത്. 4 തവണ എങ്കിലും മത്സരിച്ച ആളുകൾക്ക് ഒരു മാറ്റം പാർലമെന്ററി രംഗത്ത് ഇതിനെ സംബന്ധിച്ചൊരു കൃത്യമായ ഒരു ആലോചനയിലൂടെ, ഒരു പഠനത്തിലൂടെ ഒരു കൃത്യമായൊരു നിലപാടെടുക്കാൻ സാധിക്കും എന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. മുൻകാലങ്ങളിൽ KPCC നേതൃത്വം യൂത്ത് കോൺഗ്രസിന് മതിയായ പ്രാതിനിധ്യം നൽകിയിട്ടില്ലെന്ന പരാതി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. നിലവിലെ കണക്ക് പ്രകാരം UDFന്റെ സിറ്റിംഗ് സീറ്റുകളല്ലാത്ത 43 സീറ്റുകൾ കോൺഗ്രസിന്റെ കൈവശമുണ്ട്. ഇതിൽ 25 യൂത്ത് കോൺഗ്രസ് മത്സരിക്കണം. രാഹുൽ ഗാന്ധി വഴി സീറ്റുറപ്പിക്കാനാണ് യൂത്ത് കോൺഗ്രസിന്റെ ശ്രമം. ന്യൂസ് ബ്യൂറോ, ദില്ലി. തെരഞ്ഞെടുപ്പ് രംഗത്തെ ഈ പൊതുചിത്രത്തിൽ നിന്ന് നേമം നിയമസഭാ മണ്ഡലത്തിലേക്ക് എത്തിയാൽ, നേമത്ത് 2016 തെരഞ്ഞെടുപ്പ് കാഹളം ഉയരുമ്പോൾ 2011 നേമം നിയോജക മണ്ഡലത്തിൽ പോൾ ചെയ്ത വോട്ട് 1,16,608. പോളിംഗ് ശതമാനം 67.86 ആയിരുന്നു. 67.86% പേർ വോട്ട് രേഖപ്പെടുത്തിയ 2011 നേമം നിയമസഭാ മണ്ഡലത്തിൽ വിജയിച്ചത് വി ശിവൻകുട്ടിയാണ്. CPIM സ്ഥാനാർത്ഥിയായിരുന്നു. വി ശിവൻകുട്ടിയുടെ ഭൂരിപക്ഷം 6,415. 50,076 വോട്ടും അദ്ദേഹം സ്വന്തമാക്കി. വി ശിവൻകുട്ടിയെ കൂടാതെ നേമം നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച പ്രമുഖർ BJPക്കായി O രാജഗോപാൽ, അദ്ദേഹം 43,661 വോട്ട് നേടിയിരുന്നു 2011. ചാരുപാറ രവി 20,248 വോട്ടും സ്വന്തമാക്കി. ഈ പ്രമുഖരുടെയൊക്കെ വോട്ടിംഗ് ശതമാനം 2011 നേമം നിയമസഭാ മണ്ഡലത്തിൽ കണക്കാക്കിയാൽ CPIM 42.94% വോട്ട് നേടിയപ്പോൾ BJP O രാജഗോപാലിലൂടെ 37.44% വോട്ടാണ് നേടിയിരുന്നത്. 17.36% വോട്ടോടെ ചാരുപാറ രവിയും സാന്നിധ്യം അറിയിക്കുകയുണ്ടായി. രണ്ടായിരത്തി 2011 കണക്കുകൾ അടിസ്ഥാനപ്പെടുത്തി കഴിഞ്ഞാൽ ശക്തമായ ത്രികോണ മത്സരം എന്നും കാഴ്ചവെക്കുന്ന മണ്ഡലമാണ് നേമം നിയമസഭാ മണ്ഡലം. 2016 തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിലേക്ക് നേമം കടക്കുമ്പോൾ നേമത്ത് നിന്നും സുനിൽ അരിമാനൂർ. തിരുവനന്തപുരം ജില്ലയിൽ വാശിയേറിയ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് നേമം നിയോജക മണ്ഡലം. കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷത്തെ തുണച്ച മണ്ഡലം. മാറി മാറി ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും തുണച്ചിട്ടുള്ള ചരിത്രമുറങ്ങുന്ന ഒരു മണ്ഡലം കൂടിയാണ് നേമം നിയോജക മണ്ഡലം. ഏതായാലും നമുക്ക് നേമം നിയോജക മണ്ഡലത്തിലെ പൊതുവായ ചിത്രത്തിലേക്ക്. ഈ പൊതുവായ ചിത്രങ്ങൾ, ആ ചിത്രങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏതു തരത്തിലായിരിക്കും സാന്നിധ്യം അറിയിക്കുക? ആ ചിത്രങ്ങൾ കണക്കുകൂട്ടി തന്നെയാണ് മുന്നണികളും പാർട്ടികളും അതോടൊപ്പം ഇപ്പോൾ തന്നെ സ്വപ്നം കാണുന്ന സ്ഥാനാർത്ഥികളും മണ്ഡലത്തിൽ പ്രവർത്തനം സജീവമാക്കിയിട്ടുള്ളത്. നേമം നിയോജക മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറെ ശ്രദ്ധേയമായിട്ടുള്ള വാശിയേറിയ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് നേമം നിയോജക മണ്ഡലം. നേരത്തെ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ഒക്കെ മാറി മാറി തുണച്ചിട്ടുള്ള ഒരു മണ്ഡലം എന്ന പ്രത്യേകതയും നേമത്തിലുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 23 വാർഡുകൾ പൂർണ്ണമായും അതോടൊപ്പം തന്നെ 3 വാർഡുകൾ ഭാഗികമായും ഉൾപ്പെടുന്നതാണ് നേമം നിയോജക മണ്ഡലം. ഏതായാലും ഇക്കുറിയും നേമം നിയോജക മണ്ഡലത്തിൽ വാശിയേറിയ മത്സരമായിരിക്കും നടക്കും. 2011 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1,71,841 വോട്ടുകൾ ആകെ ഉണ്ടായിരുന്നപ്പോൾ 1,16,608 വോട്ടുകളാണ് പോൾ ചെയ്തത്. അന്ന് LDF സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി 6,415 വോട്ടുകൾക്ക് വിജയം സ്വന്തമാക്കി. 43,661 വോട്ടുകൾ നേടിയ BJP സ്ഥാനാർത്ഥി O രാജഗോപാലായിരുന്നു മണ്ഡലത്തിൽ രണ്ടാമൻ. UDF ഘടകകക്ഷിയായ SJDയുടെ ചാരുപാറ രവി 20,248 വോട്ടുകളുമായി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 2006 നടന്ന തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലം കോൺഗ്രസിൻ്റെതായി. 1,20,17 വോട്ടുകൾ പോൾ ചെയ്തപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ N ശക്തൻ മണ്ഡലത്തിൽ 10,749 വോട്ടുകളുടെ ഭൂരിപക്ഷവുമായി വിജയക്കൊടി പാറിച്ചു. വെങ്ങാനൂർ P ഭാസ്കരനായിരുന്നു CPIMന്റെ സ്ഥാനാർത്ഥി. 50,135 വോട്ടുകളാണ് വെങ്ങാനൂർ P ഭാസ്കറിന് ആ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. നേമം മണ്ഡലത്തിൽ എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കിയുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് നിലവിലെ MLA വി ശിവൻകുട്ടി മുൻതൂക്കം നൽകിയത്. MLA ഫണ്ടും ആസ്തി വികസന ഫണ്ടും ഉൾപ്പെടെയുള്ള എല്ലാ ഫണ്ടും മണ്ഡലത്തിൽ ഉപയോഗിച്ചതായി വി ശിവൻകുട്ടി പറയുന്നു. അനാഥ പണികളെന്ന് വെച്ചാൽ PWD ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ട് ചെയ്യിക്കുന്ന കാര്യത്തിൽ, നാഷണൽ ഹൈവേ ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ട് ചെയ്യിക്കുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ കോർപ്പറേഷനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യത്തിൽ, MLA ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യത്തിൽ, ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യത്തിൽ, ചുരുക്കി പറഞ്ഞാൽ എല്ലാ മണ്ഡലത്തിൽ ഒരു വളരെ മോശമായി കിടക്കുന്ന ഒരു റോഡ് പോലും നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയാത്ത രൂപത്തിൽ ഉള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ശത്രുക്കൾക്കും രാഷ്ട്രീയ ശത്രുക്കൾക്ക് പോലും
അതിനൊരു വർഷം പറയുന്നതിന് വേണ്ടി കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. LDF മണ്ഡലത്തിലെ വികസനം ഉയർത്തിക്കാട്ടുമ്പോൾ UDF സർക്കാരിന്റെ ഭരണനേട്ടം ചൂണ്ടിക്കാട്ടിയാകും ഇക്കുറി UDF മണ്ഡലത്തിൽ അംഗത്തിനിറങ്ങുക. തലസ്ഥാനത്ത് BJP ലക്ഷ്യമിടുന്ന ഒരു മണ്ഡലം കൂടിയാണ് നേമം. BJP ജില്ലാ പ്രസിഡന്റ് സുരേഷ്, കേരളത്തിലെയും തിരുവനന്തപുരത്തിൻ്റെയും വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ BJPയിലൂടെ മാത്രമേ സാധിക്കൂ എന്ന ബോധവും ബോധ്യവും ഈ നാട്ടിലെ ജനതയ്ക്ക് ലഭ്യമായിരിക്കുന്നു. അതിനനുസരിച്ചിട്ടുള്ള ഗുണമാണ് BJPക്ക് ഉണ്ടാകാൻ പോകുന്നത്. 2001 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 9357 വോട്ടുകൾക്ക് N ശക്തൻ നേമം മണ്ഡലത്തിൽ വിജയം നേടിയിരുന്നു. 1996 തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ ഇടതുപക്ഷത്തെ തുണച്ചു. അന്ന് ബെങ്ങാനൂർ P ഭാസ്കരൻ 3596 വോട്ടുകൾക്ക് മണ്ഡലത്തിൽ ചെങ്കൊടി പാറിച്ചു. ചെറിയൊരു ശതമാനം കർഷകർ ഉൾപ്പെടുന്ന ഒരു നിയോജക മണ്ഡലമാണ് നേമം നിയോജക മണ്ഡലം. നേമം നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഏതൊരു സ്ഥാനാർത്ഥിയുടെയും വിജയ പരാജയത്തിന് കാരണമാകുന്ന നിർണായക ഫാക്ടർ എന്ന് പറയുന്നത് മുസ്ലിം വോട്ടുകളാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 23 വാർഡുകൾ ഉൾപ്പെടുന്ന നേമം നിയോജക മണ്ഡലത്തിൽ UDF സർക്കാരിനെതിരെയുള്ള അഴിമതി കേസുകളും സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളും തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകും. നേമം നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തവണയും വലിയ ഒരു വാശിയേറിയ മത്സരത്തിനായിരിക്കും വേദിയാവുക. പ്രത്യേകിച്ച് സീറ്റ് ഉറപ്പിക്കാനായി ഇടതുപക്ഷം ശ്രമിക്കുമ്പോൾ UDF ഘടകകക്ഷിയായ SJDയിൽ നിന്ന് സീറ്റ് തിരികെ വാങ്ങി കോൺഗ്രസിന് നൽകിക്കൊണ്ട് വിജയം ഉറപ്പിക്കാനുള്ള തന്ത്രങ്ങളായിരിക്കും ഇക്കുറി മെനയുക. എന്നും വാശിയേറിയ പോരാട്ടത്തിന് കൃത്യമായ പോരാട്ടം നടത്തുന്ന നേമം നിയമസഭാ മണ്ഡലം അതിൻ്റെ രാഷ്ട്രീയവും ചരിത്രവും ഏറ്റവും പ്രാധാന്യത്തോടെ തന്നെയാണ് കേരളത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത്. സുനിൽ അരുമാരൂരിലേക്ക്. നേമം നിയോജക മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ ചരിത്രപരവും അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരവുമായ ഒട്ടേറെ പ്രാധാന്യമുള്ള ഒരു മണ്ഡലമാണ്. പ്രത്യേകിച്ച് പഴയ ചരിത്രമൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ അത്തരം പ്രാധാന്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുന്നതുമാണ്. ഓരോ തെരഞ്ഞെടുപ്പും ശക്തമായ ത്രികോണ മത്സരത്തിനാണ് നേമം നിയമസഭാ മണ്ഡലം ഇന്നുവരെ കണ്ടിട്ടുള്ളത്. ആ ത്രികോണ മത്സരത്തിൽ ഏറ്റവും അവസാനമായിരിക്കും വിജയിയെ ഒരുപക്ഷെ നിശ്ചയിക്കപ്പെടുന്നത് തന്നെ. രാഷ്ട്രീയ അനിശ്ചിതത്വം ആ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുമ്പോഴൊക്കെ പോയ കാലത്ത് LDFനായിരുന്നു രാഷ്ട്രീയപരമായ മേൽക്കൈ. ആ അവസ്ഥ നിലനിൽക്കുമ്പോൾ 2016 നേമം നിയമസഭാ മണ്ഡലം എങ്ങനെ ചിന്തിക്കും? രാഷ്ട്രീയപരമായ അടിയൊഴുക്കുകളുടെ പ്രത്യേകതകൾക്കൊപ്പം തന്നെ നേമത്തിൻ്റെ ചരിത്രവും അവിടെ പ്രാധാന്യത്തോടെ വിലയിരുത്തേണ്ടി വരും. നേമം നിയോജക മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ രാഷ്ട്രീയപരമായി ഏറെ പ്രാധാന്യമുള്ള ഒരു മണ്ഡലമാണ്. പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യൻ എന്നറിയപ്പെടുന്ന K കരുണാകരൻ ഈ നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. 1987 LDFിലെ VJ തങ്കപ്പന 20,755 വോട്ടുകൾ സമ്മാനിച്ച് നിയമസഭയിലേക്ക് അയച്ച മണ്ഡലത്തിലെ വോട്ടർമാർ 1982 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ K കരുണാകരനെയും തുണച്ചു. കോൺഗ്രസിലെ തന്നെ N ശക്തന് ആവർത്തിച്ചുള്ള വിജയം നൽകിയതും നേമം നിയോജക മണ്ഡലം തന്നെ. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ ദേവി ക്ഷേത്രവും നേമം നിയോജക മണ്ഡലത്തിലാണ്. ചരിത്ര പ്രസിദ്ധങ്ങളായ വെള്ളായണി ക്ഷേത്രവും മണക്കാട് മുസ്ലിം പള്ളിയും തിരുവല്ലം പരശുരാമ ക്ഷേത്രവും പുത്തൻപള്ളിയും ഉൾപ്പെടെയുള്ളവയും നേമം നിയോജക മണ്ഡലത്തിൽ നിലകൊള്ളുന്നവയാണ്. ഈ കാണുന്ന ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ദേശീയ റിസർച്ച് സെന്റർ അടക്കം നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ നേമം നിയോജക മണ്ഡലത്തിലുണ്ട്. പൂജപ്പുരയിലെ ഇന്റർനാഷണൽ ടെക്സ്റ്റൈൽ സെന്ററും സിനിമാ മേഖലയിലെ കേരളത്തിന്റെ സ്വകാര്യ അഹങ്കാരമായ ചിത്രാഞ്ജലി സ്റ്റുഡിയോയും നേമം നിയോജക മണ്ഡലത്തിന് അഭിമാനാർഹമായ നേട്ടങ്ങൾ സമ്മാനിക്കുന്നുണ്ട്. കേരളത്തിലെ തന്നെ ഏക സ്ത്രീകളുടെയും കുട്ടികളുടെയും ആയുർവേദ ആശുപത്രിയും പഞ്ചകർമ്മ ആശുപത്രി ആൻഡ് ആയുർവേദ റിസർച്ച് സെന്ററും സ്ഥിതി ചെയ്യുന്നത് നേമം അസംബ്ലി മണ്ഡലത്തിലാണ്. ഡിഫറൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള കൊച്ചുകുട്ടികൾ, അലോപ്പതി ഉപേക്ഷിക്കപ്പെട്ട കൊച്ചുകുട്ടികളുടെ ഒരു ചികിത്സാ കേന്ദ്രം പൂജപ്പുര പ്രവർത്തിക്കുന്നുണ്ട്. ആ പൂജപ്പുര അത് വളരെ സ്ഥലക്കുറവാണ് ആ കേന്ദ്രത്തിന് ഉണ്ടായിരുന്നത്. ആ കേന്ദ്രം വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. ആ വികസിപ്പിച്ചെടുക്കുന്നത് മാത്രമല്ല, അവിടെ ഒരു പുതിയ കെട്ടിടം തന്നെ കെട്ടി അതിൻ്റെ ഉദ്ഘാടനം നടത്തി. അത് വളരെ മാതൃകാപരമായി തന്നെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നതിന് വേണ്ടി കഴിഞ്ഞു. വികസനത്തെക്കുറിച്ച് മണ്ഡലത്തിലെ വോട്ടർമാർക്ക് വ്യത്യസ്ത കാഴ്ചപ്പാടാണ്. എല്ലാം ഇങ്ങനെ ഞങ്ങൾ അത് ചെയ്യണം ഇത് ചെയ്യണം, ഈ വിളംബരം ശരിക്കുണ്ട്, ചെയ്യുന്നത് എവിടെയെങ്കിലുമൊക്കെ കുറേ കാണും. റോഡൊക്കെ ഇപ്പം നല്ലതായി, റോഡെല്ലാം ക്ലിയർ ആയിട്ട് കിടക്കണം. റോഡ് ക്ലിയർ ആയില്ലെങ്കിൽ കുണ്ടും കുഴിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിലെ മണ്ഡലത്തിലെ വികസന പദ്ധതികളിൽ അനുകൂലവും പ്രതികൂലവുമായ പ്രതികരണങ്ങളും മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്നു. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് സാധ്യതയുള്ള ഒരു നിയോജക മണ്ഡലമാണ് നേമം നിയോജക മണ്ഡലം. ഇക്കാര്യങ്ങളെല്ലാം തന്നെ മാറി മാറി വരുന്ന സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കാറുമുണ്ട്. ചരിത്രവും രാഷ്ട്രീയവുമായ പ്രാധാന്യങ്ങൾ ഏറെ ഉള്ളതിനാൽ
വികസന പദ്ധതികളല്ലാതെ മറ്റൊന്നും ഇവിടുത്തെ വോട്ടർമാർ അംഗീകരിച്ച് നൽകുകയുമില്ല. ഇത് ഇവിടെ മത്സരിക്കുന്നവർക്ക് കാര്യക്ഷമതയോടുള്ള പ്രവർത്തനത്തിനും പ്രചോദനമാകാറുണ്ട്. ചരിത്രപരവും രാഷ്ട്രീയപരവുമായ ഏറെ പ്രത്യേകത ഉള്ള മണ്ഡലം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നിയമനിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഇവിടെ ഓരോ രാഷ്ട്രീയ പാർട്ടിയും സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുമ്പോൾ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെൻ്റ് ഒക്കെ നടത്തിയ ശേഷം മാത്രമായിരിക്കും അത് ചെയ്യുക. എങ്കിൽ മാത്രമേ അവർക്ക് കൃത്യതയോടുകൂടി ഈ മണ്ഡലം സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് പ്രത്യേകത. സീറ്റ് നീക്കുപോക്കുകളും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി മുന്നണികളും പാർട്ടികളും സജീവമാകുമ്പോൾ ഏറ്റവും വിശദമായ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി നാളെ വീണ്ടും ഇതേ സമയം.